ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ മഹാരാജ്യം, ആ രാജ്യത്തിന് ഏറ്റവും വലിയ തലവേദനയാണ് ഇന്ന് വരെ ചരിത്രത്തിലില്ലാത്ത തലവേദന. ഇന്ത്യക്കാർക്കും ജനാധിപത്യ ഇന്ത്യക്കും മാത്രമല്ല, ഇന്ത്യ ഭരിക്കുന്ന മോദി ഗവൺമെന്റിനും ഏറ്റവും വലിയ തലവേദന ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഒന്നുമല്ല, ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. അയാളുടെ മണ്ടത്തരവും വിടുവാത്തരും സ്റ്റേറ്റ്മെൻറ്റുകൾ വല്ലാത്ത രീതിയിലാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത്. ഈ പേപ്പർ ലീക്ക് ഉണ്ടായ സമയത്ത്, ഇതേപോലെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞ സമയത്ത് അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു എൻക്വയറി വേണമെന്നൊരു ഓർഡർ കിട്ടാൻ മതിയായിരുന്നു. പകരം എന്താണ് ചെയ്തത്? പാരസൈറ്റാണ്, പാറ്റകളാണ്, മോശമായ സ്റ്റേറ്റ്മെൻറ്റ് കയറി വന്നു. അന്നുണ്ടായതാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് സോഷ്യൽ മീഡിയയിൽ. പിന്നീട് ഇപ്പോഴത്തെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? ലോകം മുഴുവനും വാച്ച് ചെയ്യുകയാണ് ഈ സംഭവം ഡൽഹിയിൽ നടക്കുന്നത്. ഈ പറയുന്ന അജിറ്റേഷൻ, ഈ പോലീസ് ബ്രൂട്ടാലിറ്റി, അതായത് എങ്ങനെയാണ് അതിനെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചത്. ഇപ്പം സുപ്രീം കോടതിയിൽ സീനിയർ ലോയർ അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ ഉന്നയിക്കുന്നു. അതായത് വീഡിയോ ക്ലിപ്സ് വരുന്നു, അത് വരുന്നു. കാരണം ഇതൊരു ചെറിയ ഇഷ്യൂ അല്ല. ഇന്ത്യക്കാർക്കാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിനെ ചോദ്യം ചെയ്യുന്ന ഇഷ്യൂ ആണ്. ഇന്ത്യയിലെ സ്റ്റുഡൻസിൻ്റെ ഇഷ്യൂ ആണ്. ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ ഇഷ്യൂ ആണ്. സുപ്രീം കോർട്ട് അതിനകത്ത് ഇടപെടണമെന്ന് പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? ഇന്ത്യയിലെ എല്ലാ മീഡിയ എടുത്തു നോക്കി, ഇത് തന്നെയാണ് പ്രധാന വാർത്ത. ഗ്ലോബൽ മീഡിയ ഇന്ത്യയെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്ന ഇതാണ് വാർത്ത. എന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത്? ഈ ചെറിയ സമയത്തിന് സമയം കളയാൻ എൻ്റെ കയ്യിൽ സമയമില്ല. ഇത് ചെറിയ സംഭവമാണ്. ഇന്ത്യൻ ക്യാബിനറ്റിലെ 8ഓളം മന്ത്രിമാർ ഇതെങ്ങനെയെങ്കിലും ഡിസ്കഷൻ നടത്തി സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഭാഗത്ത് ഏകദേശം 150-200ഓളം കുട്ടികൾ 2-3 ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ലാത്തി ചാർജുമായി ബന്ധപ്പെട്ട്. ഉറപ്പായിട്ടും പല പോലീസുകാർ ഇഞ്ചുവേർഡായി. അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഓരോ ദിവസം പുകയുന്ന ഇഷ്യൂ വൈഡായിട്ട് ലക്നൗ, മറ്റുള്ള എല്ലാ സിറ്റികളിലും, മുംബൈ, മഹാരാഷ്ട്ര, മറ്റുള്ള സിറ്റി, ഭോപ്പാൽ, എല്ലായിടത്തോടും ഇത് പടരുന്നു. ഇപ്പം എന്താണ് ഈ സുപ്രീം കോടതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കാരണം അത്രമാത്രം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതേപോലെ മഹാവിഡ്ഢിയായ, ഇന്ത്യൻ ജനാധിപത്യത്തെയും കോൺസ്റ്റിറ്റ്യൂഷനെയും പറ്റി അറിയാത്ത ഒരാൾ ചീഫ് ജസ്റ്റിസ് ആകുന്നു. ഉണ്ടായ സംഭവമാണ്. നിങ്ങൾ മനസ്സിലാക്കൂ, ഇന്നലെ സുപ്രീം കോടതിയിലെ വലിയൊരു വിഭാഗം ലോയേഴ്സ് സുപ്രീം കോർട്ടിൻ്റെ മുമ്പിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് അത് പ്രതിജ്ഞ എടുക്കുന്നു. അയാൾക്കിതൊന്നും ബാധകമല്ല. അവിടെയാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതാണ് ഈ ഗോധി മീഡിയ അവസാനം അടികിട്ടിയെന്ന് നിങ്ങൾക്കറിയാം. അവർക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. ഈ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഐഡിയ ഇല്ല. അല്ലാതെ ആരെങ്കിലും ഒരു മൊബൈലുമായിട്ട് വന്ന് റിപ്പോർട്ട് ചെയ്യുവാണ്. അപ്പം അവരുടെ സ്ഥിതി ആലോചിച്ച് നോക്കണം. അതേപോലെ ഇനി ഇതേപോലെ അറ്റാക്ക് ഉണ്ടാകാൻ പോവാണ് ഇന്ത്യൻ ജുഡീഷ്യറിയെ. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ഇതേപോലെ താറുമാറായ ഒരു സമയം ഉണ്ടായിട്ടില്ല. എല്ലാവരും ഈ പറയുന്ന പോലെ പാദസേവയായിട്ടങ്ങ് പോയി. ഇന്ത്യൻ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുകയാണ് ഈ സംഭവം, ഈ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഇന്ന് വരെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ പല പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രക്ഷോഭം ഉണ്ടാകുന്ന സമയത്തെല്ലാം ജുഡീഷ്യൽ ഓഫീസേഴ്സ്, അതായത് ജുഡീഷ്യൽ സിസ്റ്റം അതിൻ്റെ അകത്ത് ഇൻ്റർവീൻ ചെയ്യും. അത് ആവശ്യമാണ് ബേസിക്കലി. അതാണ് ഇന്ത്യയുടെ ട്രഡീഷൻ എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയുടെ ജനാധിപത്യം. അതാണ് നമ്മുടെ സിസ്റ്റം. അങ്ങനെയാണ് പോയിട്ടുള്ളത്, എല്ലായിടത്തും പോകുന്നതും. പക്ഷേ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിന് എന്താണ് താല്പര്യം? റിട്ടയർമെൻറ്റിന് ശേഷം അടുത്ത ജോലി കിട്ടുക, അതായത് വീണ്ടും 5 വർഷം എവിടെയെങ്കിലും ഗവൺമെൻറ്റിൻ്റെ തണലിൽ ജീവിക്കുക. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? പക്ഷേ അത് ഇത്രമാത്രം ഗവൺമെൻറ്റിന് തലവേദനയായി. അതായത് അവഹേളിക്കപ്പെടുന്ന ഒരു ജുഡീഷ്യൽ ചീഫ് ജസ്റ്റിസായിട്ട്
ഈ പറയുന്ന സൂര്യകാന്ത് മാറി. അവിടെയൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. ചീഫ് ജസ്റ്റിസിനെ ഷൂ വലിച്ചെറിയുന്നു. ഒരു ചീഫ് ജസ്റ്റിസ് ഇരിക്കുന്ന ബെഞ്ചിൽ വന്നിട്ട് പച്ച തെറി വിളിക്കുന്ന ഒരു ലോയർ. ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായതിൻ്റെ കാരണം ആ മൂല്യച്യുതിയാണ്, ക്രെഡിബിലിറ്റി അങ്ങ് പോയി. അപ്പം ഇതേപോലെയുള്ള ചീഫ് ജസ്റ്റിസ് ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ ജുഡീഷ്യൽ അതിൻ്റെ ഒരു 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 മോഡസ് ഓപ്പറൻഡി ഉണ്ട് അത് വർക്ക് ചെയ്യുന്നത്. കാരണം മുകളിൽ നിന്നാണ് ഇത് അപ്പോട്ട് ഇത് പോകേണ്ടത്. അപ്പം ഇത്ര ഹീനമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും പ്രസ്താവനയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തെ വിശ്വസിക്കുന്നത്? അതായത് ഡൽഹിയിൽ അയാളുടെ മൂക്കിന് മുമ്പ് ഉണ്ടായ സംഭവമാണ് ഇതൊക്കെ നടക്കുന്നത്. അത് ഇതുപോലും ബാധകമല്ല. രാമക്ഷേത്രമായി ബന്ധപ്പെട്ട ഇഷ്യൂ അത് ഇന്ത്യ മുഴുവനും നോക്കുന്ന ഇഷ്യൂ ആണ്. അത് ഹിന്ദുക്കളുടെ മാത്രമൊന്നും ഇഷ്യൂ അല്ല. കാരണം ഒരു ഐക്കോണിക് ആയിട്ടുള്ള ക്ഷേത്രമാണ്. അവിടെ മോഷണമുണ്ടായി, അവിടെ ആൾക്കാർ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് വളരെ ചെറിയ കാര്യമാണ്. അപ്പം ഇന്ത്യയിൽ ആദ്യം മാറ്റപ്പെടേണ്ടത് ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റമാണ്. ഇവരൊക്കെ എങ്ങനെ ജഡ്ജിമാരായി, ആരെ സ്വാധീനിച്ചിട്ടാണ് ആയത്, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്. കാരണം ഈ ഒരു പോക്ക് ഇന്ത്യയുടെ ഭാവിക്ക് മാത്രമൊന്നുമല്ല, ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിന് മാത്രമല്ല, ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വെല്ലുവിളിയാണ് ഇതേപോലെയുള്ള ചീഫ് ജസ്റ്റിസുമാർ. ഇവരെ ആരൊക്കെ കൊളീജിയത്തിൽ സപ്പോർട്ട് ചെയ്ത, ഏത് രീതിയിലാണ് ഇവരൊക്കെ ജഡ്ജ് പാനലിൽ കയറി വന്നിട്ട് പ്രമോഷൻ കിട്ടിയിട്ട് എന്ത് കോൺട്രിബ്യൂഷനാണ് ഇന്ത്യക്ക് കൊടുക്കുന്നത്? ഇതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം കറപ്റ്റഡാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ഹയർ കോർട്ട് എന്ന് പറയുന്നത് അതിനെ പവിത്രമായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഇതേപോലെ പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ ബാധിക്കുന്ന എന്നെയും നിങ്ങളെ സംബന്ധിച്ച് എല്ലാ ഇന്ത്യക്കാരെയും ബാധിക്കുകയാണ്. അപ്പോൾ കോടതിയിലോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് ഈ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഫിക്സ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. അതായത് ഇന്ത്യയുടെ ജനങ്ങൾക്ക്, ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിനും ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് ഈ ചീഫ് ജസ്റ്റിസ് തന്നെയാണ്. അയാൾ ഇതിന് സർവീസ് കഴിഞ്ഞാലും ഇല്ലെങ്കിലും വലിയ വില കൊടുക്കേണ്ടി വരും.